ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ബിനോയ്സ് തോട്ടിലേക്ക് സ്വാഗതം. ആക്ച്വലി നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോഴത്തെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ സ്ഥിതി വളരെ മോശമാണ്. യു എസിലെ താരിഫിൻ്റെ പുറമെ ഇപ്പോൾ ചൈനയും അവർക്കെതിരെ ശക്തമായിട്ടാണ് ആഞ്ഞടിച്ചത്. യു എസിലെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 34% താരിഫാണ് ചൈന ഇമ്പോസ് ചെയ്തത്. ആക്ച്വലി ഒരു ട്രേഡ് വാറിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധിച്ചോളം വളരെ ബാഡ് ന്യൂസാണിത്. ഒരു വാർ ഉണ്ടാവാനേക്കാളും പ്രശ്നമാണ് ഒരു ട്രേഡ് വാർ ഉണ്ടായിക്കഴിഞ്ഞാൽ. പക്ഷേ ഇതെല്ലാം ടാക്കിളായേ പറ്റൂ. അതിന് മറിച്ച് നെഗറ്റീവ് ന്യൂസുള്ളത് യു എസിൽ റെസഷൻ വരാൻ പോവാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് അതിനെ റെസഷനിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ട്രംപ് ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അതും ആക്ച്വലി നെഗറ്റീവ് ന്യൂസാണ്. റെസഷൻ ആവാൻ സാധ്യത വളരെ കൂടുതലാണ് അമേരിക്കയെ സംബന്ധിച്ചോളം. ഒരു 60% നമുക്കത് ആ ഒരു ന്യൂസിനെ വിശ്വസിക്കാം. റെസഷനിൽ നിന്നും കരകയറാൻ വേണ്ടിയിട്ടാണ് ഈ ട്രംപ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറയുന്നത്. അതിന് വളരെ ശക്തമായിട്ടാണ് ചൈന ആഞ്ഞടിച്ചത്. സോ ഒരു ക്ലിയർ പിക്ചർ ഇപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിലില്ല. ഇപ്പോഴും റെഡ് ഫ്ലാഗാണ് സ്റ്റോക്ക് മാർക്കറ്റിന് മേലുള്ളത്. പക്ഷേ എന്നിരുന്നാലും നിങ്ങളുടെ കയ്യിലുള്ള ഫണ്ടമെന്റൽ സ്റ്റോക്സ് ഉണ്ടെങ്കിൽ ഒന്നും വിറ്റ് ഒഴിവാക്കിയിട്ടോ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. ഫെർദർ ഇൻവെസ്റ്റ്മെൻറ്റ്സും ചെയ്യാതെ നല്ല നല്ല സ്റ്റോക്സ് താഴോട്ട് വരുമ്പോൾ വാങ്ങി ആവറേജ് ചെയ്യാവുന്നതായിരിക്കും നന്നാവുക. എന്നാലും നല്ല നല്ല സ്റ്റോക്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കാം. ഈ ഒരു സിറ്റുവേഷനിൽ കണ്ടുവച്ച് അതിൽ മെല്ലെ മെല്ലെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യുന്നത് നല്ലൊരു മെത്തേഡായിരിക്കാം. ഇന്ന് ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോക്ക് പ്രത്യേകിച്ചും ഒരു മൊമെൻറ്റം ഒന്നും ഈ കാണിക്കാത്ത 1-2 കൊല്ലം ഒരേ ലെവലിൽ ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക്. പക്ഷേ അതിൻ്റെ ആ സെക്ടർ വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ടറാണ്. ഇന്ത്യയിലെ ഭാവിയിലേക്ക് ഏറ്റവും കൂടുതൽ വളർച്ച സാധ്യതയുള്ള സെക്ടറിൽ ആണ് ഒരു സ്റ്റോക്ക്. ഒരു സൂപ്പർ സെക്ടറിൽ ഒരു സൂപ്പർ സ്റ്റോക്കാണ്. പക്ഷേ പ്രത്യേകിച്ചൊരു മൊമെൻറ്റും എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല. എന്നാണ് അതിന് മൊമെൻറ്റം വരാൻ പറയാൻ പറ്റില്ല. വന്ന് കഴിഞ്ഞാൽ തകർത്ത് കയറാവുന്നൊരു സ്റ്റോക്കാണ്. സോ 100 50 ഷെയറായിട്ടും 10 ഷെയറായിട്ടൊക്കെ വാങ്ങാൻ പറ്റാവുന്ന ഒരു സ്റ്റോക്ക്. വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ 10 രൂപ ഫേസ് വാല്യൂവിൽ 100 താഴെ ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക്. ഒരു സമയം അതിന് വരും. വന്നു കഴിഞ്ഞാൽ അത് നല്ലൊരു ലെവലിലേക്ക് പോകാൻ നല്ല പ്രോഫിറ്റ് കാണിക്കുന്ന കമ്പനി, എല്ലാം കൊണ്ടും പോസിറ്റീവായിട്ടുള്ള സെക്ടറാണ്, കമ്പനിയാണ്. സെക്ടർ ലോജിസ്റ്റിക് സെക്ടറാണ്. കമ്പനിയുടെ പേര് ഗേറ്റ് വേ ഡിസ്ട്രിക്ട് പാർക്സ് ലിമിറ്റഡ്, GDL. നമുക്കറിയാം കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, VRL ലോജിസ്റ്റിക് അങ്ങനെ നല്ല പ്രമുഖരായ ഒരുപാട് കമ്പനീസ് ഉള്ള ഒരു സെക്ടറാണ്, ലോജിസ്റ്റിക് സെക്ടറാണ് ഈ ഗേറ്റ് വേ ഡിസ്ട്രിക്ട് പാർക്ക് ഉള്ളത്. അവരെ കമ്പയർ ചെയ്യുമ്പോൾ, വമ്പന്മാരെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു കമ്പനിയാണ്, ഒരു മിഡ് ക്യാപ് കമ്പനിയാണ് ഗേറ്റ് വേ ഡിസ്ട്രിക്ട് പാർക്സ് ലിമിറ്റഡ് എന്ന കമ്പനി. എനിക്ക് എത്ര സംഭവം എന്ന് വെച്ചാൽ 10 രൂപ ഫേസ് വാല്യൂവിൽ 100 രൂപയിൽ താഴെ 500 ഷെയർ ക്യാപിറ്റലിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണിത്. അതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് നോക്കാൻ ഡിസംബറിലൊക്കെ 55 കോടി ലാഭം കാണിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് ക്വാർട്ടർ ടു ക്വാർട്ടർ, ഇയർ ഓൺ ഇയർ ബേസ് ലാസ്റ്റ് ഒരു 3-5 ഇയേഴ്സ് കൺസിസ്റ്റൻ്റായി പ്രോഫിറ്റ് കാണിക്കുന്ന കമ്പനിയാണ്. പക്ഷേ അതിൽ മൊമെൻറ്റം വന്നിട്ടില്ല. എന്നാണോ അതിൽ മൊമെൻറ്റം വരുന്നത് അന്ന് ആ സ്റ്റോക്ക് പ്രൈസ് നന്നായി കയറും. FISഉം DISഉം ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ റീസെൻ്റ്ലി അവർ കുറച്ച് സ്റ്റോക്ക് വിറ്റിട്ടുണ്ട്, അവരെ ഷെയർ ഹോൾഡിങ് കുറച്ചിട്ടുണ്ട്. എന്നിരുന്നാലും 9.64% FIS ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണിത്. അതുപോലെ തന്നെ 39.74% DIS മ്യൂച്വൽ ഫണ്ട്സും കൈവശം വെച്ച സ്റ്റോക്കാണ്. റീസെൻ്റ് അവർ സ്റ്റേക്ക് റിഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 10 രൂപ ഫേസ് വാല്യുള്ള സ്റ്റോക്ക്, ലോജിസ്റ്റിക് മാതിരിയുള്ള ഒരു സ്പേസിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റോക്ക്, നല്ല മാനേജ്മെൻറ്റ്, നല്ല കൺസിസ്റ്റൻ്റായി പ്രോഫിറ്റ് കൊടുക്കുന്ന ഒരു കമ്പനി, പിന്നെ DIS മ്യൂച്വൽ ഫണ്ട്സും 40%, FIS 10%, മൊത്തം 50% ഇവരുടെ കയ്യിലാണ് സ്റ്റേക്ക് ഉള്ളത്. അപ്പോൾ ഇത് മെയിൻലി ഇപ്പോൾ ഈ ലോജിസ്റ്റിക് സെക്ടർ വളരെ സൂപ്പർ സെക്ടറാണ്. ഇപ്പം ഭാവിയിൽ കോറിഡോഴ്സ് വരാൻ പോവാണ്. ഇന്ത്യ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെ കണക്ട് ചെയ്യുന്ന കോറിഡോഴ്സ് വരാൻ പോവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ, വികസനം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ റെയിൽ മാർഗം തന്നെ മറ്റ് രാജ്യങ്ങളെ കണക്ട് ചെയ്യുന്ന വിധത്തിലുള്ള ട്രാൻസ്പോർട്ടേഷനൊക്കെ റെയിൽ ത്രൂ ചെയ്യാനുള്ളൊക്കെ പരിപാടി വരുന്നത്. അപ്പോൾ ലോജിസ്റ്റിക് സെക്ടർ വളരെ സ്ട്രോങ് ആയി മാറാൻ പോവാണ്. ഇപ്പോൾ വളരെ സ്ട്രോങ് ആയി മാറിക്കഴിഞ്ഞാൽ ഈ സ്റ്റോക്കൊക്കെ പറക്കും. അപ്പോൾ ഇതെന്ന് എന്നുള്ള കാര്യമാണ് ഒരു അൺസർട്ടനിറ്റി. അപ്പോൾ ഗേറ്റ് വേ ഡിസ്ട്രിക്ട് പാർക്സിന് പറയുന്നതിന് മുന്നേ
എനിക്ക് എൻ്റെ ഒരു അനുഭവം, ചെറിയ അനുഭവം പറയാം. ഒരു 15 കൊല്ലം മുന്നേ ജി ഷിപ്പിംഗ് എന്ന കമ്പനി, ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനി എന്ന കമ്പനി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. വളരെ ചെറിയ റേറ്റിൽ വാങ്ങി, 87-89 റുപ്പീസിൽ വാങ്ങി. എത്ര കൊല്ലം കഴിഞ്ഞിട്ട് ആ സ്റ്റോക്ക് കയറുന്നില്ല. 2-3 കൊല്ലം ഞാൻ ആ സ്റ്റോക്ക് എൻ്റെ കൈവശം വെച്ച്. എങ്ങനെ നോക്കിയാലും സൂപ്പർ സ്റ്റോക്ക്, സൂപ്പർ സെക്ടറാണ്. പക്ഷേ ഇതിൽ ആ ഒരു സെക്ടറിലേക്ക് കോൺസെൻട്രേഷൻ വരുന്നില്ല, മൂവ്മെൻറ്റ് വരുന്നില്ല. എല്ലാ ക്വാർട്ടറിലും ലാഭം കാണിക്കുന്നുണ്ട്, നല്ല മാനേജ്മെൻറ്റാണ്, EPS PE റേഷ്യോ ഒക്കെ നോക്കുമ്പോൾ എല്ലാ മാനദണ്ഡങ്ങളും പെർഫെക്റ്റ് ആയിട്ടൊരു കമ്പനി, 10 രൂപ ഫേസ് വാല്യൂ ഉള്ള കമ്പനി, സ്റ്റോക്ക് പ്രൈസ് അനങ്ങുന്നില്ല. അപ്പം എന്താണ് ഇതിന് റീസൺ എന്ന് മനസ്സിലാവുന്നില്ല. ഒരേ കുറച്ച് കാത്ത് അവസാനം വേറെ പല സ്റ്റോക്സും കയറിപ്പോണ കാണുന്നുണ്ട്. ലാസ്റ്റ് 3 years മേലെ ആ സ്റ്റോക്ക് ഞാൻ ഹോൾഡ് ചെയ്തിട്ട് വെറും 2 രൂപ ലാഭം എടുത്തിട്ട് ഞാൻ ആ സ്റ്റോക്ക് വിറ്റു. പിന്നെ ആക്ച്വലി ഞാൻ ഗേറ്റ് വേ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റോക്സ് നോക്കിയിട്ടില്ല. ജി ഷിപ്പിംഗ് എന്ന സ്റ്റോക്ക് ഞാൻ നോക്കിയിട്ടില്ല. റീസെൻ്റ്ലി 2-6 months ബാക്ക് ഒരു ന്യൂസ് വായിച്ചു, ജി ഷിപ്പിംഗ് എത്ര ഓർഡർ കിട്ടിയെന്ന് ന്യൂസ് വായിച്ച സമയത്ത് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയപ്പം ഞെട്ടിപ്പോയി. 1000 റുപ്പീസ് മേലെ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന ബോണസും കൊടുത്തിട്ടുണ്ട്. 15 കൊല്ലം ഹോൾഡ് ചെയ്യണം, അത് ക്ഷമേൻ്റെ കാര്യമാണ്. അധികാർക്കും ഇത് ഇഷ്ടപ്പെടുകയില്ല നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് പറയുകയാണെങ്കിൽ. പക്ഷേ കിട്ടിയ റിവാർഡ് ഹ്യൂജ് റിവാർഡാണ്. എനിക്ക് തോന്നുന്നു ഗേറ്റ് വേ ഡിസ്ട്രിക്ട് നമുക്ക് ഇതേ ഒരു പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ജസ്റ്റ് നീഡ് പേഷ്യൻസ് ആണ്. ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് കൊല്ലം ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരൊന്നും ഇതിൽ വാങ്ങണ്ട. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗേറ്റ് വേ ഡിസ്ട്രിക്ട് ഈ റേഞ്ചിൽ 50-100 നിങ്ങൾക്ക് ലാഭം കിട്ടുമ്പോഴല്ല എന്തെങ്കിലും പൈസ മാറ്റിയിട്ട് ചെറിയൊരു 1000 ക്വാണ്ടിറ്റി ആക്കി വെച്ചാൽ നല്ലൊരു മാനേജ്മെൻ്റ് ഉള്ള കമ്പനിയാണത്. ഏകദേശം ഈ ലോജിസ്റ്റിക് സെക്ടറിലെ എല്ലാ ഫീൽഡിലുള്ളൊരു സ്റ്റോക്കാണ്. ഇപ്പോൾ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻസ്, ഇൻലാൻഡ് കണ്ടെയ്നർ ഡിപ്പോസ്, റെയിൽ ആൻഡ് റോഡ് ട്രാൻസ്പോർട്ടേഷൻ, കോൾഡ് ചെയിൻ സ്റ്റോറേജ്, ടെമ്പറേച്ചർ സെൻസിറ്റീവ് ഗൂഡ്സിനെ സ്റ്റോർ ചെയ്തിട്ടും അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനും ഉള്ള ഫെസിലിറ്റിയും കൂടെയുള്ള കമ്പനിയാണ്. പിന്നെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ട്രേഡിനെ, മേജറായിട്ടുള്ള മെരിടൈം പോർട്സിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് ട്രേഡിന് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നൊരു കമ്പനിയാണ്. വെയർ ഹൗസിംഗ് ഉണ്ട്. പിന്നെ വാല്യൂ ആഡഡ് സർവീസസ്, ഇപ്പോൾ ഒരു ലോജിസ്റ്റിക് സെക്ടറിൽ വേണ്ട എന്തൊക്കെ വാല്യൂ സർവീസസ് ആണോ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇതൊരു മോശം കമ്പനി ആവാൻ ചാൻസ് ഇല്ല. ഞാൻ കാണുന്നത് വളരെ സിമ്പിളാണ്. ഇങ്ങനത്തെ സ്റ്റോക്കൊക്കെ കിടക്കുമ്പോഴാണ് നമ്മൾ വാങ്ങേണ്ടത്. ഇപ്പോഴത്തെ പ്രസൻറ്റ് പ്രൈസ് 61 രൂപ 52 പൈസയാണ്. അതായത് അതിൻ്റെ ഇയർ ലോ 57 രൂപയാണ്. അതിൽ നിന്ന് വെറും 3 രൂപ കൂടുതലാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്യുന്നത്. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടു ഗേറ്റ് വേ ഡിസ്ട്രിക്ട് 83-84 ലെവലിൽ. അതിനുശേഷം അത് നല്ല റിസൾട്ട് കൊടുത്തതിന് ശേഷം അത് 113 വരെ ഹൈ പോയി, 116 വരെ ഹൈ പോയിട്ട് പിന്നെ അവിടെ നിന്ന് അടിച്ചു വന്നു. പ്രോഫിറ്റ് ബുക്ക് ചെയ്ത ആൾക്കാരുണ്ട്, ഇല്ലാത്ത ആൾക്കാർ സ്റ്റിൽ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഈ ഒരു സ്റ്റോക്കിൽ ചിലപ്പോൾ നല്ല ക്ഷമ വേണ്ടി വരും. നല്ല ക്ഷമ പരീക്ഷിച്ച് മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുള്ളൂ. ലോജിസ്റ്റിക് സെക്ടറിലെ ഫുൾ ബൂം വരണമെങ്കിൽ 2027-28 ആയിരിക്കും അത് ഫുൾ ബൂം. കാരണം ഈ റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ കംപ്ലീറ്റ് ഡെവലപ്പ് ചെയ്ത് റെയിൽവേ ത്രൂ പിന്നെ ട്രാൻസ്പോർട്ടേഷനുള്ള ഈ സംഭവം വന്നു, കോറിഡോഴ്സ് ഡെവലപ്പ് ചെയ്തു, ഇന്ത്യ മറ്റ് രാജ്യങ്ങളെ ലിങ്ക് ചെയ്യുന്ന കോറിഡോഴ്സ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സെക്ടർ കൊണ്ട് ഭൂമിയിലേക്ക് വരും. ആ സമയത്ത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 10 ഷെയർ 20 ഷെയർ വാങ്ങി വെച്ചാൽ മതി. നിങ്ങൾ അത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നിലക്ക് വാങ്ങി വെക്കുക. അതേപറ്റി നോക്കണ്ട, അങ്ങോട്ട് ആ ഭാഗത്തേക്ക് നോക്കണ്ട, മിണ്ടാണ്ട് നിൽക്കുക. ഇന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ജി ഷിപ്പിംഗ് കയറിയ മാതിരി കയറലും ബോണസും ഒക്കെ കിട്ടാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ് GDL. പിന്നെ ഒരു 120-130 റുപ്യ ഫെയർ വാല്യൂഷനാണ്. അതിനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഫെയർ വാല്യൂഷൻ്റെ 50% ഡൗണിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. പിന്നെ നോക്കാൻ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 2020 0.3 ഉള്ളത് റിഡ്യൂസ് 0.17 ആയി കുറച്ചുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. 38 ബുക്ക് വാല്യൂ ഉണ്ട്. പി റേഷ്യോ വളരെ അട്രാക്റ്റീവ്, 36 ഇൻഡസ്ട്രി പി ആണ്. ഗേറ്റ് വേ ഡിസ്ട്രിക്ട് പി 13.67 ഉള്ളൂ. ഇതൊക്കെയാണ് അതിൻ്റെ പോസിറ്റീവ് സൈഡ്. നെഗറ്റീവ് സൈഡ് നമ്മൾ നോക്കണം. ചില സമയത്ത് ഈ ഒരു 61 രൂപ ട്രേഡ് ചെയ്യാനുള്ള കാരണം ഇതായിരിക്കാം. അവർ കണ്ടിജൻ ലയബിലിറ്റീസ് 4984 ക്രോസ് ഉണ്ട്. അത് ഒരു കൺസേൺ ആണ്. പക്ഷേ ഈ ഗേറ്റ് വേ ഡിസ്ട്രിക്ട് കേസിൽ അവർക്ക് വേണമെങ്കിൽ ലയബിലിറ്റീസ് കുറച്ച് കൊണ്ടുപോകാൻ സാധ്യത വളരെ കൂടുതൽ. അപ്പോൾ ഈ ലയബിലിറ്റി ഉണ്ടായതുകൊണ്ടായിരിക്കാം അതിനൊരു ഈ ലെവലിൽ കിടക്കുന്നത്. പക്ഷേ ഭാവിയിൽ വളരെ ക്ലോസ് ആയി നോക്കാം, അവർ റിസൾട്ട് നോക്കാം. പക്ഷേ ബാക്കിയുള്ള സെക്ടറും അവരുടെ മാനേജ്മെൻറ്റും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഒരു നെഗറ്റീവ് ഫാക്ടർ പറയുകയാണെങ്കിൽ കോണ്ടിജൻ ലയബിലിറ്റീസ് കൂടുതലാണ്. രണ്ടാമത് FIS
10.3 9 കുറച്ചിട്ടുണ്ട് ഡിസംബറിൽ. DISC മ്യൂച്വൽ ഫണ്ട്സും അതേപോലെ 40.1 39.75 കുറച്ചിട്ടുണ്ട്. സോ ഇനിയും അവർ ഫേർദർ എന്താണെന്ന് നോക്കാം. അതേസമയത്ത് റീറ്റെയിലേഴ്സിൻ്റെ പിന്നെ പോർഷൻ കൂടാ ചെയ്ത്, റീറ്റെയിലേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടാ ചെയ്തത് പേഴ്സൻറ്റേജ് വൈസ് 1-2% കൂടിയിട്ടുണ്ട്. സോ ഗേറ്റ്വേ ഡിസ്ട്രിക്ട് പാർക്ക് എടുത്താടി വാങ്ങണമെന്നല്ല പറയുന്നത്. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ലോജിസ്റ്റിക് ഫീൽഡിലുള്ള ലാഭം കാണിക്കുന്ന നല്ല മാനേജ്മെൻ്റ് ഉള്ള ഒരു കമ്പനി. അതിൻ്റെ ഇയർ ലോയായ 57 രൂപ ലോയ ഏകദേശം ഓൾമോസ്റ്റ് ആ റേഞ്ചിൽ തന്നെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. സോ ഒരു 60 രൂപ 58 രൂപയിലേക്ക് വരും. പിന്നെ കുറച്ച് വാങ്ങാം, 50 രൂപ കുറച്ചും കൂടി വാങ്ങാം, ഒരു 40 രൂപ കുറച്ചും കൂടി വാങ്ങാം. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഒക്കെ എന്തായാലും അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ എമൗണ്ട് ഡബിൾ എന്തായാലും വിൽക്കാൻ സാധിക്കാവുന്ന സ്റ്റോക്കാണ് GTL. നിങ്ങൾ അതിൻ്റെ സൈറ്റിൽ പോയി നോക്കിയാൽ മനസ്സിലാവും കമ്പനീൻ്റെ വേറെ എന്തൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉള്ളത് മനസ്സിലാക്കാൻ പറ്റും. സോ ഗേറ്റ്വേ ഡിസ്ട്രിക്ട് പാർക്ക് സ്റ്റോക്ക് ഞാൻ ഒന്നുകൂടി പറയാം, SIP ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ലാഭം കിട്ടുമ്പോൾ ഒരു 50% ഒരുപാട് ക്വാണ്ടിറ്റി ഇൻവെസ്റ്റ് ചെയ്യേണ്ട. ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു 2020-2022 ആ സ്റ്റോക്ക് ഞാൻ നോക്കില്ല എന്ന രീതിയിൽ വാങ്ങിയിട്ടാണെങ്കിൽ ചിലപ്പോൾ ലോജിസ്റ്റിക് ബൂം വരുമ്പം ഇങ്ങനെയാണ് ഉണ്ടാവില്ല. ബൂം വരുമ്പോൾ മാത്രം സെക്ടറിലെ എല്ലാ സ്റ്റോക്കും അടിച്ച് കയറും. പണ്ട് എത്തനോൾ ബൂം വന്നതിന് ശേഷമാണ് എത്തനോൾ സ്റ്റോക്സ് കയറിയത്. പല എക്സാമ്പിൾസ് അതിലുണ്ട്. സോ നിങ്ങളെ വാച്ച് ലിസ്റ്റിൽ വെക്കേണ്ട ഒരു സ്റ്റോക്കാണ് ഗേറ്റ്വേ ഡിസ്ട്രിക്ട് പാർക്ക്. നിങ്ങൾ പോർട്ട്ഫോളിയോയിൽ വളരെ ചെറിയ തോതിൽ 50-100 ആയിട്ട് ആഡ് ചെയ്ത് വെക്കാവുന്ന സ്റ്റോക്കാണ് ഗേറ്റ്വേ ഡിസ്ട്രിക്ട് പാർക്സ്. സോ ആസ് യൂഷ്വൽ ഞാനൊരു SEBI രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനിയെ പറ്റിയിട്ട് സ്വന്തമായി പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും അഡ്വൈസേഴ്സ് ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എൻ്റെ വീഡിയോസ് ഫ്രണ്ട്സ് റിലീസ് അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.